അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ദേവി ഭാഗവതം പാരായണം ചെയ്യുന്നു. പ്രഥമസ്കന്ധത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 34-ാമത്തെ ശ്ലോകം മുതൽ. വൃത്രാസുരവധോപേതം നാനാഖ്യാനകഥായുതം ബ്രഹ്മവിദ്യാ നിധാനം തു സംസാരാർണവതാരകം. ഗൃഹാണ ത്വം മഹാഭാഗാ യോഗ്യോസി മതിമത്തരാ. പുണ്യം ഭാഗവതം നാമ പുരാണം പുരുഷഋഷഭ. 18 ശ്ലോകാനാം കുരു സംഗ്രഹം. അജ്ഞാനനാശനം ദിവ്യം ജ്ഞാനഭാസ്കരബോധകം. സുഖദം ശാന്തിദം ധന്യം ദീർഘായുഷ്യകരം ശിവം. ശൃണ്വതാം പഠതാം ചേദം പുത്രപൗത്രവിവർദ്ധനം. ശിഷ്യോയം മമ ധർമാത്മാ ലോമഹർഷണസംഭവ. പഠിഷ്യതി ത്വയാ സാർദ്ധം പുരാണീം സംഹിതാം ശുഭാം. സൂത ഉവാച ഇത്യുക്തം തേന പുത്രായ മഹ്യം ച കഥിതം കില. മയാ ഗൃഹീതം തത്സർവം പുരാണം ചാതിവിസ്മിതം. ശുകോധീത്യ പുരാണം തു സ്ഥിതോ വ്യാസാശ്രമേ ശുഭേ. ന ലേഭേ ശർമ്മ ധർമാത്മാ ബ്രഹ്മാത്മജ ഇവാപരാ. ഏകാന്തസേവീ വികല സശൂന്യ ഇവ ലക്ഷ്യത്തെ. നാത്യന്തഭോജനാസക്തോ നോപവാസരതസ്തഥാ. ചിന്താവിഷ്ടം ശുകം ദൃഷ്ട്വാ വ്യാസപ്രാഹ ശുകം പ്രതി. കിം പുത്ര ചിന്ത്യത്തെ നിത്യം കസ്മാൽ വ്യഗ്രോസി മാനദ. ആസ്സേ
ധ്യാനപരോ നിത്യമൃണഗ്രസ്ത ഇവാധന കാ ചിന്ത വർത്തത്തെ പുത്ര മയി താതേ തു തിഷ്ഠതി സുഖം ഭുങ്ക്ഷ്വ യഥാ കാമം മുഞ്ച ശോകം മനോഗതം ജ്ഞാനം ചിന്തയ ശാസ്ത്രോക്തം വിജ്ഞാനേ ച മതിം കുരു ന ചേന്മനസി തേ ശാന്തിർവചസാ മമ സൂരത ഗച്ഛ ത്വം മിഥിലാം പുത്ര പാലിതാം ജനകേന സതേ മോഹം മഹാഭാഗ നാശയിഷ്യതി ഭൂപതി ജനകോ നാമ ധർമാത്മാ വിദേഹ സത്യസാഗര തം ഗത്വാ നൃപതിം പുത്ര സന്ദേഹം സ്വം നിവർത്തയ വർണ്ണാശ്രമാണാം ധർമാംസ്ത്വം പൃച്ഛ പുത്ര യഥാ തഥം ജീവന്മുക്തസരാജർഷിർ ബ്രഹ്മജ്ഞാനമതിശുചി തദ്ധ്യവക്താതിശാന്തശ്ച യോഗി യോഗപ്രിയഃ സദാ സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധം 16-ാമത്തെ അധ്യായത്തിൽ 34 മുതൽ 48 കൂടിയുള്ള ശ്ലോകങ്ങളുടെ ഭാഷാഗാനം ഇപ്പോൾ പാടി സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വൃത്രവധം അടക്കമനേകമായ കഥകളും ബ്രഹ്മവിദ്യ നിക്ഷേപവും അതിലുണ്ടല്ലോ. സംസാര സാഗരത്തിൻ്റെ മറുകര കടക്കുവാൻ സരസമായി നമ്മെ ഗീതു സഹായിക്കുന്നു. പുണ്യപ്രദം ഭാഗവതം അവിടുന്നു സ്വീകരിക്കൂ. അങ്ങാകട്ടെ യോഗ്യനും അതിബുദ്ധിമാനും. 18,000 ശ്ലോകങ്ങളെ പഠിച്ചാലും അജ്ഞാനനാശകം ജ്ഞാന സൂര്യദർശനം. സുഖദം ശാന്തിദം ധന്യം ദീർഘായുഷ്യകരം ശിവം. ഇതു കേട്ടാൽ പഠിച്ചാലും പ്രജാഭിവൃദ്ധി. യോമഹർഷിണിയാമിവൻ എന്നുടെ ശിഷ്യനാണല്ലോ. ഇവനുമങ്ങയോടൊപ്പം പഠിച്ചിടട്ടെ. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഇത്തരത്തിൽ ശുകനെയും എന്നെയും പഠിപ്പിച്ചല്ലോ. വിസ്തൃതമാം പുരാണം ഞാൻ പഠിച്ചുവല്ലോ. പുരാണം പഠിച്ച ശുകൻ വസിഷ്ഠനെ എന്ന പോലെ കർമ്മശ്രദ്ധയില്ല, അതിനാലെ സുഖവും. ഒറ്റയ്ക്കു എവിടെങ്കിലും പോയിരിക്കും ശ്രീശുകനും. ഓരോ കാര്യത്തിലും കുറവുള്ളവനെ പോ. നല്ലവണ്ണം ഭക്ഷിക്കാനോ കഴിക്കാതെ ഇരിക്കാനോ ഒന്നിലും ഒരിക്കലും ആസക്തിയില്ലാതാ. ശുകനി വിധത്തിൽ പല സമയവും ചിന്ത ചെയ്തു. പിതാവായ വ്യാസൻ താനും ചോദിച്ചൊരു മകനെ നിനക്കെന്താണി ചിന്തയെന്നു പറയുക. നീ എന്തിനാൽ ഇത്രയേ
ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. കടം വന്ന ദരിദ്രൻ പോൽ എപ്പോഴും ആലോചിക്കുന്നു, അച്ഛനില്ല എന്തിനു നീ വിഷമിക്കുന്നു. യഥാകാമം സുഖങ്ങളെ അനുഭവിക്കുക, പിന്നെ മനസ്സിലെ ദുഃഖങ്ങളെ വെടിഞ്ഞിടുക. ശാസ്ത്രോക്തമാം ജ്ഞാനത്തിനെ ആലോചിച്ചിടുക, പിന്നെ വിജ്ഞാനത്തിൽ മനസ്സിനെ നിലനിർത്തുക. ഞാൻ പറഞ്ഞിട്ടും നിനക്കു ശാന്തി ലഭിക്കുന്നില്ലെങ്കിൽ ജനകന്റെ മിഥിലയിലേക്കു പോകുക. ജനകനാം വിദേഹനോ ധർമാത്മാ സത്യസന്ധനും നിന്നുടെ അജ്ഞാനമെല്ലാം നീക്കിത്തന്നിടും. രാജാവിനെ കണ്ടു സർവ സംശയവും ഛേദിക്കുക, വർണ്ണാശ്രമധർമ്മങ്ങളെ ചോദിച്ചറിയൂ. രാജർഷിയോ ജീവൻ മുക്തൻ ബ്രഹ്മജ്ഞാനി സത്യവാക്ക്, ശുദ്ധചിത്തനതിശാന്തൻ യോഗപ്രിയനും. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്ര ഭഗവതി അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്ര ഭഗവതി അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു നാദാംബികേ. വീഴുന്നു ലോകാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയായി നമ്മൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നു, അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് 1201 ആണ്ട് ചിങ്ങമാസം 1-ാം തീയതി. എല്ലാ ഭക്തജനങ്ങളിലും ഭക്തി നിർഭരമായ ഒരു ഭാവി കാലം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുകയും ചെയ്യുന്നു. ഇവിടെ രാമായണ മാസം പൂർത്തിയായി ദേവിയുടെ കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഒരർത്ഥത്തിൽ ഇത് കൃഷ്ണായനം കൂടിയാണ്. ഈ മാസം ഭഗവാന്റെ അഷ്ടമി രോഹിണിയിലേക്ക് ഇനി ഒരു മാസത്തിനുള്ളിൽ നമ്മൾ എത്തിച്ചേരും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അഷ്ടമി തിഥിക്ക് പ്രാധാന്യമുള്ളതുകൊണ്ട് ഇന്നലെ ജന്മാഷ്ടമിയായിട്ട് അവിടെയൊക്കെ ആഘോഷിച്ചു. നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി അത് രോഹിണിക്ക് പ്രാധാന്യമുള്ളതാണ് തെക്കൻ ഭാരതത്തിൽ. അതുകൊണ്ട് തന്നെ ഇവിടെ സെപ്റ്റംബർ 14-ാം തീയതിയാണ് ശ്രീകൃഷ്ണ ജയന്തി ഗുരുവായൂരടക്കമുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ആഘോഷിക്കുന്നത്. പലരും ഇതിനെക്കുറിച്ചൊരു സംശയം പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഇതിൻ്റെ തുടക്കത്തിൽ ഇത്തരത്തിലൊരു വിശദീകരണം നൽകുന്നത്. ഇവിടെ വ്യാസ
ശുക സംവാദം, അതാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. വേദവ്യാസൻ ശുകനോട് പറയുകയാണ് ഭാഗവതത്തെക്കുറിച്ച്, ദേവീ ഭാഗവതത്തെക്കുറിച്ച്. വൃത്രാസുരവധോപേതം നാനാഖ്യാന കഥായുധം. വൃത്രാസുരൻ്റെ വധമടക്കമുള്ള നിരവധി കഥകൾ നിറഞ്ഞതാണ്. ബ്രഹ്മവിദ്യാനിധാനം, ബ്രഹ്മവിദ്യയുടെ നിക്ഷേപമാണ്. അതേപോലെ തന്നെ സംസാരാർണവതാരകം, സംസാര സമുദ്രത്തെ, ഈ ഘോരമാകുന്ന ഭവസമുദ്രത്തിൻ്റെ മറുകര കടക്കാനുള്ള വഴിയുമാണ് ഭാഗവതം. ഗൃഹാണ ത്വം മഹാഭാഗ യോഗ്യോസി മതിമത്തര പുണ്യം ഭാഗവതം നാമ പുരാണം പുരുഷർഷഭ. മഹാഭാഗ്യവാനായിരിക്കുന്ന ഹേ പുരുഷർഷഭ, പുരുഷശ്രേഷ്ഠ, അങ്ങ് ഇതിന് യോഗ്യനാണ്. ഭാഗവതം എന്ന് പേരുള്ള ഈ പുരാണത്തെ, പുണ്യം നിറഞ്ഞ ഈ പുരാണത്തെ കൈക്കൊള്ളാൻ അങ്ങ് യോഗ്യനാണ്. അതേപോലെ അങ്ങ് അത് സ്വീകരിക്കൂ. അങ്ങ് മഹാബുദ്ധിമാനുമാണ്. രണ്ട് നിലയ്ക്കും, അത് ഭക്തിയുടെ തലത്തിലും ബുദ്ധിയുടെ തലത്തിലും അങ്ങ് അതിന് അർഹനാണ്. അതിനെ സ്വീകരിക്കൂ. 18 ശ്ലോകാനാം കുരു സംഗ്രഹം, 18,000 ശ്ലോകങ്ങൾ, അതിനെ നന്നായി പഠിക്കൂ. അജ്ഞാനനാശനം ദിവ്യം ജ്ഞാനഭാസ്കര ബോധകം. അജ്ഞാനത്തെ ഇല്ലാതെയാക്കുന്നതാണ്, ദിവ്യമായതാണ്. അതേപോലെ ജ്ഞാനസൂര്യനെ കാട്ടിത്തരുന്നതുമാണ് ജ്ഞാനഭാസ്കരബോധകം. പിന്നെയോ സുഖദം ശാന്തിദം ധന്യം ദീർഘായുഷ്യകരം ശിവം ശൃണ്വതാം പഠതാം ചേദം പുത്രപൗത്ര വിവർദ്ധനം. എന്തൊക്കെയാണ് ഭാഗവതത്തിൻ്റെ ഫലശ്രുതി എന്ന രീതിയിൽ പറയണത്? ഈ പുരാണത്തിൻ്റെ പഠനം, കേൾവി, അതൊക്കെ തന്നെ സുഖത്തെ നൽകുന്നു, ശാന്തിയെ നൽകുന്നു, ധന്യതയുണ്ടാക്കുന്നു, മംഗളവും ദീർഘായുസ്സും നൽകുന്നു. അതേപോലെ പുത്രപൗത്രാദി അഭിവൃദ്ധിക്ക്, സന്താനലബ്ധിക്കും വളരെ വിശേഷമായിട്ടുള്ളതാണ് ഈ ഭാഗവതം. ശിഷ്യോയം മമ ധർമാത്മാ ലോമഹർഷണ സംഭവ. ധർമാത്മാവും ലോമഹർഷണന്റെ പുത്രനുമായിരിക്കുന്ന ലോമഹർഷിണി ആയിരിക്കുന്ന ഈ സൂതൻ, ലോമഹർഷിണി എന്നും രോമഹർഷിണി എന്നും രണ്ടും പറയാറുണ്ട്. ഈ സൂതൻ എൻ്റെ ശിഷ്യനാണ്. അപ്പം അതുകൊണ്ട് ശുഭമായ ഈ പുരാണ സംഹിത, ശുഭാം പുരാണീം സംഹിതാം പഠിഷ്യതി ത്വയാസാർത്ഥം, ത്വയാസാർത്ഥം പഠിഷ്യതി, അങ്ങയുടെ കൂടെ, നിന്റെ കൂടെ ഇവനും പഠിക്കട്ടെ. സൂതൻ പറയുകയാണ്, ഇത്യുക്തം തേന പുത്രായ മഹ്യം ച കഥിതം കില. ഇങ്ങനെ പുത്രനായ ശുകനെയും എന്നെയും ആ പുരാണ കഥയെ പഠിപ്പിച്ചു. മയാ ഗൃഹീതം തത്സർവം. ഇവിടെ ആ പുരാണജാതി വിസ്തരം, വിസ്തൃതമായ പുരാണത്തെ ഞാനും പഠിച്ചു, വേണ്ടതുപോലെ പൂർണ്ണമായി പഠിച്ചു. പുരാണം പഠിച്ച ശേഷം ശുകോധിത്യ പുരാണം തു സ്ഥിതോ വ്യാസാശ്രമേ ശുഭേ. ഏതുപോലെ നലേഭേ ശർമ്മ ധർമാത്മാ ബ്രഹ്മാത്മജൈവാപര. മറ്റൊരു വസിഷ്ഠൻ എന്നതുപോലെ ആ ശുഭപ്രദമായിരിക്കുന്ന വ്യാസാശ്രമത്തിൽ, വ്യാസന്റെ ശമ്യാപ്രാസം എന്ന ആശ്രമത്തിൽ, സരസ്വതി നദിയുടെ തീരത്തുള്ള ആശ്രമത്തിൽ ശുകൻ കഴിഞ്ഞു. എന്നാൽ കർമ്മത്തിൽ ശ്രദ്ധയില്ലാത്തത് കൊണ്ട് ധർമാത്മാവായ അദ്ദേഹത്തിന് സുഖം ലഭിച്ചില്ല. ഒരു കർമ്മത്തിലും അദ്ദേഹത്തിന് സുഖം കണ്ടെത്താൻ സാധിച്ചില്ല. ഏകാന്തസേവി വികല സശൂന്യ ഇവ ലക്ഷ്യത്തെ. ഒറ്റയ്ക്ക് ഒരിടത്ത് എവിടെയെങ്കിലും പോയിരിക്കും. എന്തോ കുറവുള്ളവനെ പോലെ, മനസ്സ് ഒന്നിലും ഉറയ്ക്കാത്തവനെ പോലെ കാണപ്പെട്ടു. നാത്യന്ത ഭോജനാസക്തോ, നല്ലോണം ഭക്ഷണം കഴിക്കുന്നതിലോ. അതേപോലെ നോപവാസരതസ്തഥ, ഒന്നും ഭക്ഷിക്കാതിരിക്കുന്നതിലും ഒന്നിലും ആസക്തിയില്ല, അനാസക്തനായി. ചിന്താവിഷ്ടം ശുകം ദൃഷ്ടുവ. ചിന്താവിഷ്ടനായിരിക്കുന്ന ശുകനെ കണ്ടിട്ട് വ്യാസഹ പ്രാഹ ശുകം പ്രതി. വ്യാസൻ ശുകനെ ചോദിച്ചു, കിം പുത്ര ചിന്ത്യതേ നിത്യം കസ്മാൽ വ്യഗ്രോസി മാനത. മകനെ, നിനക്ക് എന്താണ് ഇങ്ങനെ ചിന്ത? എന്തിനെ ആലോചിച്ചാണ് നീ ഇരിക്കുന്നത് എപ്പോഴും? എന്തുകൊണ്ടാണ് നിനക്കിങ്ങനെ വ്യാകുലത വന്നേക്കുന്നത് മനസ്സിന്? ആസ്തേ ധ്യാനപരോ നിത്യം ഋണഗ്രസ്ത ഇവാധന. ഋണഗ്രസ്തൻ, ഒരു കടക്കാരൻ, ധാരാളം കടമുള്ള ഒരാള്, ഒരു ദരിദ്രൻ,
അയാളെ പോലെ എന്താ നീ ഇങ്ങനെ ഇരിക്കണത്? അച്ഛനായ ഞാൻ ഇവിടെ ഇല്ലേ? കാ ചിന്താ വർത്തതേ പുത്ര മയി താതേതു തിഷ്ഠതി. നിനക്ക് എന്തും എന്നോട് പറയാലോ. എന്തിനാണ് നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? നിന്റെ അച്ഛനായ ഞാനിവിടെ ഇരിക്കുമ്പോൾ നിനക്ക് എന്തിന് ഇത്തരം ദുഃഖം, ഇത്തരം ചിന്ത? വേദവ്യാസൻ ശുകനോട് ചോദിക്കുകയാണ്. സുഖം ഭുങ്ക്ഷ്വ യഥാകാമം മുഞ്ചശോകം മനോഗതം ജ്ഞാനം ചിന്തയ ശാസ്ത്രോക്തം വിജ്ഞാനേച്ച മതിം ഗുരു. ആഗ്രഹത്തിനൊത്ത സുഖങ്ങൾ അനുഭവിക്കുക, മനസ്സിലുള്ള ദുഃഖത്തെ വെടിയ, ശാസ്ത്രം പറയുന്ന ജ്ഞാനത്തെക്കുറിച്ച് ആലോചിക്കുക, വിജ്ഞാനത്തിൽ മനസ്സിനെ നിർത്തുക. അപ്പൊ ശാസ്ത്ര പഠനം കൊണ്ട് തത്വജ്ഞാനം നേടി അതൊരനുഭൂതിയാക്കി അതിനെ ആത്മാനുഭൂതിയാക്കി വെച്ചാൽ എപ്പോഴും ആനന്ദം അനുഭവിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ചിന്തയെ കളയൂ, മനസ്സിൽ സുഖത്തെ പ്രതിഷ്ഠിക്കൂ. ന ചേൻ മനസ്സി തേ ശാന്തിർവചസാ മമ സുവ്രത ഗച്ഛത്വം മിഥിലാം പുത്ര പാലിതാം ജനകേനഹ. ഇനി ഞാൻ പറഞ്ഞതുകൊണ്ട് നിനക്ക് ശാന്തി കിട്ടണില്ല, മനസ്സിന് സ്വസ്ഥത ഇല്ല എങ്കിൽ ഗച്ഛ ത്വം മിഥിലാം, അല്ലയോ മകനെ, നീ മിഥിലയിലേക്ക് പോകൂ. അവിടെ ജനകരാജാവ് ആണ് ആ മിഥില ഭരിക്കുന്നത്. ജനകരാജാവ് വാഴുന്ന മിഥിലയിലേക്ക് പൊക്കോളൂ. എന്തിനു വേണ്ടിയിട്ടാ? സതേ മോഹം മഹാഭാഗ നാശയിഷ്യതി ഭൂപതി. ജനകോ നാമ ധർമാത്മാ വിദേഹ സത്യസാഗര. ജനകൻ എന്നു പേരുള്ള ധർമാത്മാവായ സത്യസാഗരനുമായ വിദേഹരാജാവ് നിന്റെ എല്ലാ തരത്തിലുള്ള അജ്ഞാനത്തെയും നീക്കിത്തരും. നാശയിഷ്യതി തം ഗത്വാ നൃപതിം പുത്ര സന്ദേഹം സ്വം നിവർത്തയ. അതുകൊണ്ട് ആ രാജാവിൻ്റെ അടുത്ത് ചെന്നിട്ട് നിന്റെ സന്ദേഹങ്ങളെ, നിന്റെ സംശയങ്ങളൊക്കെ പരിഹരിക്കുക. വർണ്ണാശ്രമാണാം ധർമാംസ്ത്വം പൃച്ഛ പുത്ര യഥാതഥം. അപ്പം അവിടെ ചെന്നിട്ട് വർണ്ണാശ്രമധർമ്മങ്ങളെക്കുറിച്ച് എന്തൊക്കെ അറിയണോ അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കുക. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മറുപടിയിലൂടെ ഉണ്ണി നിനക്ക് എല്ലാ സംശയങ്ങളും തീരും. ജീവൻ മുക്ത സ രാജർഷീർ ബ്രഹ്മജ്ഞാനമതിശുചി. ആ രാജർഷി ജീവൻ മുക്തനാണ്, ബ്രഹ്മജ്ഞാനിയാണ്, ശുദ്ധാത്മാവാണ്. തദ്ധ്യവാക്തതി ശാന്തശ്ച യോഗി യോഗപ്രിയ സ്വത. സത്യവാക്കാണ്, അതിശാന്തനാണ്, യോഗിയാണ്, യോഗപ്രിയനുമാണ് മിഥിലയുടെ രാജാവായിരിക്കുന്ന ജനക മഹാരാജാവ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് നീ ധർമ്മശാസ്ത്ര ധർമ്മങ്ങളെക്കുറിച്ച്, വർണ്ണാശ്രമധർമ്മങ്ങളെക്കുറിച്ച് ഒക്കെ വേണ്ടതുപോലെ ചോദിച്ചോളൂ. നിനക്കതിനുള്ള മറുപടി അദ്ദേഹത്തിൽ നിന്ന് കിട്ടും. അദ്ദേഹം രാജാവാണ്, അതേസമയം അദ്ദേഹം ആത്മാരാമനാണ്, ജീവൻ മുക്തനാണ് എന്ന് പറയുന്ന 48-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് സമർപ്പിക്കുകയാണ്. 49-ാമത്തെ ശ്ലോകം മുതൽ നാളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നവവത്സരാശംസകൾ നേരുന്നു. അമ്മേ നാരായണ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു
അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിതനൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ.
ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.